ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാർ എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ ന്യൂ ലൈഫ് സെഷന്റെ രണ്ടാമത്തെ പാട്ടാണിത്. പുതിയ വർഷത്തിൽ പുതിയ ജീവിതത്തെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങൾ ആ സെഷന്റെ രണ്ടാമത്തെ പാട്ടാണ്. നിങ്ങളെല്ലാവരെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ട്രെയിനർ സുജിത്തിനെയും സ്വാഗതം ചെയ്യുന്നു. സുജിത്ത്, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ എന്നെ കാണാൻ സാധിക്കുന്നില്ല അല്ലേ സാറേ? കാണുന്നില്ല. ഇങ്ങനെ പോയാലോ മുന്നോട്ട്? ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ശരിക്കും പുതിയ വർഷത്തിൽ നമുക്ക് വേണ്ടത്. നമ്മൾ പലപ്പോഴും പുതിയ വർഷത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര കാലം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പുതിയ ഡയറി എഴുതാൻ, പുതിയതായിട്ട് ഈ വർഷത്തെ ഡയറി എഴുതാൻ തീരുമാനിക്കുന്നു, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. പക്ഷെ അത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 വീക്ക് 2 വീക്ക് 1 മന്ത് അതിനുശേഷം പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷമായിട്ട് നമ്മളെടുത്ത തീരുമാനം ഫോളോ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഒരു വർഷമായിട്ട് നമ്മളെടുത്ത തീരുമാനം ഫോളോ ചെയ്ത ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സാറേ? സാറേ കേൾക്കുന്നുണ്ട്. എനിക്കിപ്പോ ഞാൻ പുതിയ സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ട് നിങ്ങളെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ. സാറിന്റെ ജീവിതത്തിൽ പുതുതായി എടുത്ത തീരുമാനം, ഈ വർഷം എന്തെങ്കിലും പുതുതായി തീരുമാനം എടുത്തിട്ടുണ്ടോ? ഹരീന്ദ്രൻ സാർ, ഹരിയേട്ടനല്ലേ സംസാരിക്കുന്നത്? അതെ. ഈ വർഷം ഞാൻ ഡയറി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഇവന്റുകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസിന്റെ സംബന്ധിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പുതുതായിട്ട് ഒരു 2 മാസം കൊണ്ടാണ് ഈ ക്ലാസ്സിലേക്ക്, സാബു സാറിന്റെ ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളതും. അപ്പോൾ ഈ വർഷം മുതൽ ചെയ്തിട്ടുണ്ട്. എന്റെ ഡിസംബർ മാസം തന്നെ അത് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നു. തുടങ്ങിയല്ലേ? ഡിസംബറിൽ തുടങ്ങി ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എല്ലാ തരത്തിലുള്ളത്. വേറെ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും ഈ വർഷത്തിൽ തീരുമാനം എടുത്തവരുണ്ടോ ഹരിയേട്ടനല്ലാതെ? അൺമ്യൂട്ട് ചെയ്ത് പറയാം. സാറേ, ഇതിൽ ആരും എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഹലോ സാറേ, ഞാന് കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പറഞ്ഞോളൂ. അതായത് ഭക്ഷണ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, എക്സസൈസ് ചെയ്യണം. ഞാനൊരു ബുക്ക് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ള തീരുമാനം. ഇന്ദിരാമാമാണ് സംസാരിക്കുന്നത്? അമർജ്യോതി. ഓക്കെ. ആ ബുക്കിന്റെ പേരെന്താണ്? മധുമൊഴി, ഒരു സൈക്കോളജിക്കൽ കൗൺസിലറുടെ ഓർമ്മക്കുറിപ്പുകൾ. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ ബുക്കിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമോ? യെസ്. അതായത് ഞാൻ എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് വിചാരിച്ചാല്, നമ്മളെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വേണ്ടിയുള്ള കുറച്ച് ടിപ്സുകൾ, പിന്നെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് പറയാനുള്ളത്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, പിന്നെ കുട്ടികൾക്ക് അധ്യാപകരോട് പറയാനുള്ളത്, അധ്യാപകർക്ക് കുട്ടികളോട് പറയാനുള്ളത്, പിന്നെ രക്ഷിതാക്കളോട് കുട്ടികൾക്ക് പറയാനുള്ളത്, രക്ഷിതാക്കൾക്ക് കുട്ടികളോട് പറയാനുള്ളത്.
പിന്നെ കുറച്ച് പഠന വൈകല്യത്തെ പറ്റിയും പിന്നെ എങ്ങനെയൊക്കെ കുട്ടികളെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ കൗൺസിലിംഗ് ചെയ്ത അനുഭവങ്ങളിൽ എന്നെ ഏറ്റവും ടച്ച് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ്. 2 പാർട്ടായിട്ടാണുള്ളത്. ഓക്കെ സാർ. കേൾക്കാൻ പറഞ്ഞു. അതായത് ടോട്ടലി എല്ലാവർക്കും പറയാനുള്ളത് ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ബുക്കാണ് അല്ലേ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? അതായത് പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നവർക്കും ഉപയോഗപ്രദമായ ബുക്കാണ്. തീർച്ചയായിട്ടും. വേറെ പുതിയതായിട്ട് ഗോകുമാർ സാർ, ഹരീന്ദ്രൻ സാർ, ഇന്ദിര മാം, പുലഹനൻ സാർ, പി ജോർജ്, ആരെങ്കിലും പുതിയതായിട്ട് പുതുവർഷത്തിൽ തീരുമാനമെടുത്തവരുണ്ടോ? അമർജ്യോതി മാമിനെ പോലെ. തീരുമാനം എടുത്തിട്ടുണ്ട് സാർ. കഴിയാവുന്നിടത്തോളം മറ്റുള്ളവരുമായിട്ട് വഴക്കിനോ ദേഷ്യപ്പെടാനോ ഒന്നും പോകാതിരിക്കുക എന്നുള്ളത്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ദേഷ്യത്തിനെ മറ്റൊരു ചിന്തയിലേക്ക് തള്ളിവിടാനുള്ള ഒരു ഫോഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെസ്പോണ്ട് ചെയ്താൽ മതി, റിയാക്ട് ചെയ്യണ്ട എന്ന് ഉറപ്പിച്ചിരിക്കുന്നു. യെസ്. ഗോകുമാർ സാർ, പുതുവർഷത്തിൽ എന്ത് തീരുമാനം എടുത്തത്? ഗോകുമാർ സാർ കേൾക്കാമോ? വിൻസെന്റ് സാർ കേൾക്കാമോ? കേൾക്കാം സാർ. ഓക്കെ, പറഞ്ഞോളൂ സാർ. പുതുവർഷത്തിൽ എന്ത് പുതിയ തീരുമാനം എടുത്തു? പുതുവർഷത്തിൽ ഞാൻ എടുത്ത തീരുമാനം എൻ്റെ ഒരു പ്രത്യേക ഒരു തീരുമാനമാണ് എടുത്തത്. അതായത് ആരോഗ്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാൻ പോവാണ്. കാരണം എൻ്റെ പല പല പ്രശ്നങ്ങൾ എനിക്ക് കഴിഞ്ഞ വർഷം വന്നു. ഇത്തവണ വീണ്ടും തുടക്കത്തിൽ തന്നെ ഇപ്പൊ കണ്ണിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു കാർഡിയാക്ക് അതൊന്ന് നോക്കണം, കാർഡിയോളജിസ്റ്റിനെ കാണണം എന്നൊക്കെ പറഞ്ഞു. സോ ഐ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ ഹെൽത്ത് ഫസ്റ്റ്. സോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഞാനൊരു ചെക്ക് ലിസ്റ്റ് പോലെ എഴുതുകയാണ്. എന്താണ് എൻ്റെ പ്രശ്നം, ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സസൈസ് ഇല്ല, അല്ലെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ വല്ലപ്പോഴും ഡ്രിങ്ക്സ് കഴിക്കണ ഒരു സ്വഭാവമുണ്ട്, അത് കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് എത്ര കുറയ്ക്കണം, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണോ, അങ്ങനെയുള്ള പല ഭക്ഷണ കാര്യങ്ങളിൽ എനിക്ക് നോൺ വെജിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ഭക്ഷണ കാര്യത്തിൽ വലിയ ഇതില്ല. അപ്പൊ ഏതാണ് എനിക്ക് അത്യാവശ്യം കഴിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഐ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ ഹെൽത്ത്. അതോടൊപ്പം റീഡിങ്ങും കൂടെ ചെയ്യണമെന്നുണ്ട്. റീഡിങ്. റോഹിത് സാർ. റോഹിത് സാർ കേൾക്കാമോ? റോഹിത് സാർ, സരസ്വതി മാം, പി ജോർജ്. സാർ, ഞാനും ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കരുതിയിരിക്കുന്നുണ്ട്. കരുതൽ ഒത്തിരി ആയിപ്പോയതിന്റെ പ്രശ്നങ്ങളിലാണെന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. എന്നാലും ഡോക്ടർ പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ കള്ളു കുടിക്കരുത്, ഇല്ല, അധികം നോൺ വെജ് ഒന്നും കഴിക്കരുതേ, തീരെയില്ല, ഒത്തിരി കാലങ്ങളായിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട്. അപ്പൊ അയൽക്കാര്, വീട്ടുകാര്, നാട്ടുകാര്, കൂട്ടുകാര് ഒക്കെ കളിയാക്കുവാണ്. ഇതൊക്കെ നോക്കുകയാണെന്നിട്ട് കണ്ടില്ലേ, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ്, എല്ലാം. അപ്പോ ഇനി എന്തെന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി.
ഇനി എന്ത്? ഡോക്ടർ തന്നെ ചോദിക്കുന്നു, പണ്ടൊക്കെ കുപ്പി കുടിക്കാത്തതിന്, കുപ്പിയൊക്കെ പൊട്ടിച്ച് കഴിക്കാത്തതിന്റെ വിഷമം തോന്നുന്നുണ്ടോ? എന്താ ചെയ്യാ? എന്നാലും മനസ്സിലാഗ്രഹമുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ മുന്നോട്ടുള്ള ഒരു ആഗ്രഹം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ കുറച്ചു കാലം കൂടെ കഴിയണമെന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് പരമാവധി ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചിന്തയുണ്ട്. അങ്ങനെ നോക്കുന്നു. That's only. Thank you, sir. Thank you, Salil. ഓക്കെ, ഇല്ലെന്ന് തോന്നുന്നില്ലേ? എന്തായാലും എല്ലാവർക്കും നമസ്കാരം. How to lead your life in truly effective way. How to lead your life in truly effective way. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹൗ ടു ലീഡ് യുവർ ലൈഫ് ഇൻ ട്രൂലി എഫക്റ്റീവ് വേ. ദാറ്റ്സ് എ മെയിൻ പോയിന്റ്. ഇതാണ് ഹൗ ടു ലീഡ് അവർ ലൈഫ് ഓർ യുവർ ലൈഫ് ഇൻ ട്രൂലി എഫക്റ്റീവ് വേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് നമുക്ക് ഉപയോഗിക്കേണ്ടത് ജസ്റ്റ് കോമൺ സെൻസ് ആണ്, ബട്ട് നോട്ട് എ കോമൺ പ്രാക്ടീസ്. സാധാരണഗതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്കറിയാം, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത, പ്രാക്ടീസ് ചെയ്താൽ ഈസിയും പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയിലാണ് നമ്മുടെ ഹൗ ടു ബിൽഡ് എ ലെജൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാം പോകുന്നത്. ഇന്ന് മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോഴും ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ ഫിറ്റ്നസ് ആണ്. ടോട്ടലി ചതുർമാന സൃഷ്ടിയാണ് മനുഷ്യർ. ചതുർമാന സൃഷ്ടിയായ മനുഷ്യൻ എപ്പോഴും 4 തലങ്ങളിലുള്ള വികസനങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിം, അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിജയത്തെ നിശ്ചയിക്കുന്നത്. ഒന്ന്, നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് തൊടാൻ കഴിയുന്നത്, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന മേഖല എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള മേഖലയാണ്. ഫിസിക്കൽ അസറ്റ് ആണ്. നമുക്ക് വീട്, കാറ്, പിന്നെ ആരോഗ്യം, നമ്മുടെ ശരീരം എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ടാഞ്ചിബിൾ ആണ്, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാണാൻ സാധിക്കാത്ത മേഖല എന്ന് പറയുന്നത് ഇമോഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈകാരിക തലം, അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ, നമ്മുടെ അറിവുകൾ, നമ്മുടെ എന്തുമാത്രം മനസ്സ്, നമ്മുടെ ചിന്ത എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് മറ്റുള്ള ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല. വെറുതെ പറയുന്നതാണ്, എനിക്ക് നിന്റെ ചിന്തയൊക്കെ മനസ്സിലാവുന്നുവെന്ന്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു ജന്മം കൂടി തപസ്സിരിക്കേണ്ടി വരും. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത എവിടേക്ക് എങ്ങനെ പോകുന്നു എന്ന് മറ്റൊരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്പർ 3 എന്ന് പറയുന്നത് സ്പിരിച്വൽ. നിങ്ങൾ എത്രമാത്രം ആധ്യാത്മിക തലത്തിൽ അല്ലെങ്കിൽ എത്രമാത്രം മോറൽ ആൻഡ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്പർ 1 ഫിസിക്കൽ, PQ. നമ്പർ 2 ഇമോഷണൽ. നമ്പർ 3 ഇന്റലക്ച്വൽ. നമ്പർ 4 സ്പിരിച്വൽ. നമ്പർ 1 മാത്രമേ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ, കാണാൻ സാധിക്കുള്ളൂ. മറ്റുള്ളതൊന്നും കാണാൻ സാധിക്കില്ല, ഫീൽ ചെയ്യാനേ സാധിക്കുള്ളൂ. ഫീലിംഗ് ആൻഡ് ഇമോഷൻസ്, അതിന്റെ ഡിഫറൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇമോഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ. ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യാനേ സാധിക്കുള്ളൂ, ഇമാജിൻ ചെയ്യാൻ സാധിക്കും, വിഷ്വൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്റെ വേദന, എനിക്കിപ്പോ ഭയങ്കര നടുവേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ സാധിക്കും, നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വേദനകളെക്കാട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ സാധിക്കും. പക്ഷെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം വിഷ്വലൈസ് ചെയ്യണത് നമുക്ക് കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇമാജിനേഷൻ ആൻഡ് ഫീലിംഗ് തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ഇന്ന് ഞാൻ എക്സ്പെഷ്യലി സംസാരിക്കാൻ പോകുന്നത് ദ പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പേഴ്സണൽ ആൻഡ് ഇന്റർപേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. പേഴ്സണൽ മീൻസ് നമ്മുടെ പേഴ്സണാലിറ്റി ഇല്ലെങ്കിൽ ക്യാരക്ടർ, അത് നമ്മളിലുള്ള വികസനത്തിനെ, നമ്മളിൽ വരുത്തുന്ന മാറ്റത്തിനാണ്
ആ ഒരു ക്യാരക്ടർ ഓർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ എന്ന് പറയുന്നത് നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിനെ ഫേസ് ചെയ്യുന്നു. അതില് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാണ്, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ പറയാം. ഞാനും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങളും മറ്റുള്ളവരുമായ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ബോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്താണ്? ഞാൻ നിങ്ങളുമായി ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ബന്ധം നിലനിർത്തണമെങ്കിൽ ഏത് പ്രിൻസിപ്പിൾ ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടാവുക? ലവ്. ലവ്. ലവ് ഇസ് എ ഡീപ് വാല്യൂ. അത് വലിയൊരു വാല്യൂ ആണ്. ട്രസ്റ്റ്, ട്രസ്റ്റ്, വിശ്വസ്തത കൂടെ അത്യാവശ്യമാണ് സാർ. സാറേ, കമ്മ്യൂണിക്കേഷൻ. വിശ്വാസത്തിനേക്കാൾ മികച്ച, വിശ്വസ്തത ഇതിനേക്കാൾ മികച്ച ഒരു വാല്യൂ പ്രിൻസിപ്പിൾ പറയാനുണ്ടോ? വിശ്വസ്തതയാണ് ഏറ്റവും മികച്ചത് എന്നാണ് സാറ് പറഞ്ഞത്. ഞാൻ അംഗീകരിക്കുന്നു. അതിനേക്കാൾ വലുതായിട്ട് എന്തുണ്ട്? കമ്മ്യൂണിക്കേഷൻ. 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 കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ഈസ് എ പ്രോസസ്. കറക്റ്റ് അല്ലേ? ഞാൻ സാറോട് സംസാരിക്കുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് പ്രിൻസിപ്പിൾ. കമ്പാഷൻ. ഓക്കെ. ഇപ്പൊ ആരോ ഒരാൾ പറഞ്ഞു ട്രസ്റ്റ് എന്ന് പറഞ്ഞു അല്ലെ? വിശ്വാസ്യത, വിശ്വസിക്കുക, വിശ്വാസം, അതല്ലേ എല്ലാം. അതിനേക്കാൾ വലുതായിട്ടൊരു പ്രിൻസിപ്പിൾ ഉണ്ടോ? വിശ്വാസ്യതയേക്കാൾ മികച്ച ഒരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ വാല്യൂ ഉണ്ടോ? ഒരു ഡോക്ടർ, ഓക്കെ, ഒരു സ്ഥാപനം, ഒരു കുടുംബം, ഇതൊക്കെ നിലനിർത്തുന്ന ബോണ്ടിങ് വിശ്വാസ്യതയ്ക്ക് പങ്കുണ്ടോ? അതാണ് പ്രാമുഖ്യമുള്ളത്. എന്താ സാറേ? തീർച്ചയായും അതാണ് പ്രമുഖമായത്. അതെ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ വിശ്വാസത്തേക്ക് പങ്കുണ്ടോ? അതിനേക്കാൾ, അതായത് സ്നേഹത്തിനേക്കാൾ വലുതല്ലേ വിശ്വാസ്യത? ഞാൻ എന്റെ ഭാര്യയെ അതിയായി സ്നേഹിക്കുന്നു, പക്ഷെ വിശ്വാസമില്ല. അത് ദീർഘകാലടിച്ച് നിലനിൽക്കാൻ സാധ്യതയുണ്ടോ? വിശ്വാസ്യതയും പരമപ്രധാനം. വിശ്വാസ്യത, വിശ്വാസം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്. അതായത് ഏറ്റവും വലിയ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് വിശ്വാസ്യതയാണ് അല്ലെ? നമുക്കറിയാം, വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ള പരസ്യം വരുന്നുണ്ട്. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോകണമെങ്കിൽ ആ ഡോക്ടറെ നമ്മൾ വിശ്വസിക്കണ്ടേ? ഒരു വക്കീലിന്റെ അടുത്ത് പോകണമെങ്കിൽ വിശ്വസിക്കണ്ടേ? ഒരു സ്ഥാപനത്തിൽ പോയി വിശ്വസിക്കണ്ടേ? ഒരു സ്കൂളിൽ കുട്ടിയെ ചേർക്കണമെങ്കിൽ പോലും ആ സ്ഥാപനത്തിൽ നമുക്കൊരു വിശ്വാസ്യത വേണ്ടേ? യെസ്, വിശ്വാസ്യതയാണ് ഏറ്റവും പവർഫുൾ ആയിട്ട്. ദ ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്ത്നെസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ അവർ ലൈഫ്. അതിൽ എന്തെങ്കിലും ഒരു എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? സ്നേഹത്തിനേക്കാൾ വലുതാണ് വിശ്വാസ്യത. ഞാൻ പറയാണ്, ഒരു സ്നേഹപാത്രമാകുന്നതിനേക്കാൾ മഹത്തരമാണ് വിശ്വാസപാത്രമാവുന്നത്. കറക്റ്റ് ആണോ? Yes, sir. Correct. Yes. Sir, will you please repeat the sentence, sir? Sir? Will you please repeat the other sentence? Trust is? Trust and trustworthiness is most important things in our life. Trust and trust. വിശ്വാസയോഗ്യതയുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുത. അതെ, അതിനെ പരിപോഷിപ്പിക്കുന്ന മറ്റുള്ളതല്ല. സാറേ, ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പില് വിശ്വാസ്യത വേണം എന്നുള്ള കാര്യം ശരിയാണ്.
പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് എന്റെ അഭിപ്രായം ഡിപ്പെൻഡബിലിറ്റി. ഐ ക്യാൻ റിലൈ ഓൺ യു, ഐ ക്യാൻ ഡിപ്പെൻഡ് ഓൺ യു എന്നുള്ള ഒരു ഇത് വേണ്ടേ നമുക്ക്. വിശ്വാസത്തിൽ ഇതില് ഡൗട്ട്, ഏറ്റവും ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഗനൈസേഷൻ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, കറക്റ്റ് അല്ലേ? അതെ. അതിൽ വിശ്വാസ്യത ഇല്ലെങ്കിൽ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും? സാർ അത് രണ്ടും ഈക്വൽ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. അല്ല, വിശ്വസ്തത എന്ന് പറയുന്നത്, വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ക്രിസ്ത്യൻസിന്റെ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്, അവരുടെ ഇതില് പറയുന്നുണ്ട്, നീ ഉണ്ടില്ലെങ്കിലും അങ്ങനെ. അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? കല്യാണത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്, അവളെ ഊട്ടണം, നീ ഉടുത്തില്ലെങ്കിൽ അവളെ ഉടുപ്പിക്കണം, കൊടുക്കണം. പരസ്പരം വിശ്വാസത്തിൽ പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമാവണം എന്നല്ലേ? അതെ അതെ. ഈ വിശ്വാസം നഷ്ടപ്പെട്ടാൽ മറ്റേത് ഒരു പ്രിൻസിപ്പിളാണ് നമുക്കത് പകരം വെക്കാൻ പറ്റുക? വിശ്വാസം നഷ്ടപ്പെട്ട വിശ്വാസ്യത എന്ന പ്രിൻസിപ്പിൾസിന് പകരമായിട്ട് സ്നേഹമോ വേറെ ഏതെങ്കിലും പ്രിൻസിപ്പിൾ വെക്കാൻ പറ്റുമോ? ദീനാരകമ്പ, ധൈര്യം, നീതി, ഏത് പ്രിൻസിപ്പിളാ വെക്കാൻ പറ്റും വിശ്വാസത്തേക്ക് പകരമായിട്ട്? പറ്റില്ല. ട്രസ്റ്റ് ഉണ്ടെങ്കിലേ ഡിപ്പെൻഡബിലിറ്റി ഉണ്ടാവൂ അല്ലേ? ഏതിനും അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് വിശ്വാസ്യത. ഫണ്ടമെന്റൽ ഡിപ്പെൻഡബിലിറ്റി ഉള്ളൂ. ഇപ്പം ഞാനിപ്പോ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നത് പോലും ഒരു വിശ്വാസ്യതയുടെ ബേസ് ചെയ്തിട്ടാ അല്ലേ? യെസ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതിന്റെ പിന്നിൽ ഒരു വിശ്വാസ്യതയുണ്ട്. നിങ്ങൾ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കണമെങ്കിൽ അതിന് വലിയ വിശ്വാസ്യതയുണ്ട്. കറക്റ്റ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിലും ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കണമെങ്കിൽ പോലും അതിന് വലിയൊരു വിശ്വാസ്യതയുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന വിശ്വാസ്യതയാണ്. എല്ലാവരും എതിരെ അഭിപ്രായമുള്ള ആരും ഇല്ലല്ലോ. വിശ്വാസ്യത, വിശ്വാസം. നമ്മള് യാത്രയിലൊക്കെ ചില ഹോട്ടൽ സെലക്ട് ചെയ്യും, അത് വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ്. ചില കടകളിൽ ബസ് യാത്ര ചെയ്യാറുണ്ടോ? ബസ്സിൽ യാത്ര ചെയ്യാറുണ്ടോ? ബസ്സിൽ കയറുമ്പോ സാറ് ആ ഡ്രൈവറെ അടുത്ത് പോയിട്ട് ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ, മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. സാറ് വിശ്വാസത്തിലല്ലേ പോന്നേ? അതെ, തീർച്ചയായും. ബസ്സിലിരുന്ന് ഉറങ്ങാറുണ്ടോ? ഉണ്ട്. ഉറങ്ങുമ്പോ ആ ഡ്രൈവർ വിശ്വസിച്ചല്ലേ ഉറങ്ങുന്നത്? അതെ. ആ ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ല, ആ ഡ്രൈവർക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മുടെ ജീവിതം കംപ്ലീറ്റ് ഒരു വിശ്വാസ്യതയെ ബേസ് ചെയ്തിട്ടില്ലേ? നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ, ആ റോഡിലൂടെ നടന്നു പോകുമ്പോ തൊട്ടടുത്ത വണ്ടിക്കാരൻ വരുമ്പോ നമ്മൾ സൈഡ് ചെരിഞ്ഞ് നടക്കാറുണ്ട്. കാരണം ആ വണ്ടിക്കാരൻ കടന്നു പോകുന്നുള്ള വിശ്വാസത്തിൽ. കറക്റ്റ് അല്ലേ? പോലും നോക്കാറില്ല പുറകെ വണ്ടി നമ്മുടെ മേലെ വരുന്നുണ്ടോന്ന്. അയാളുടെ ട്രാക്കിലൂടെ പോകുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നേ. അതേസമയത്ത് അവന് ഡ്രൈവിംഗ് അറിയില്ല, ചിലപ്പോ എന്റെ നേരെ വരും എന്ന് നമ്മൾ സംശയിച്ചിരുന്നെങ്കിൽ നമ്മളെ റോഡിൽ ചാടിക്കിടന്ന് പുറകിൽ എല്ലാ വണ്ടിയും സംശയത്തോടെ നോക്കില്ലേ? നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി വേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി കണക്ട് ചെയ്യുന്ന, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നതിലല്ല, മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കുന്നതിലാണ് നമ്മുടെ വിജയം. അതായത് വിശ്വാസ യോഗ്യനായ ഒരു വ്യക്തിയായി മാറുക. എത്ര പേർക്ക് സാധിക്കും? നമ്മൾ പലർക്കും സാധിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും ഈ വിശ്വാസ യോഗ്യതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? വിശ്വാസയോഗ്യത, അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ?
തീർച്ചയായും. തീർച്ചയായിട്ടും സർ. കാരണം എന്തോ നമ്മുടെ പ്രവൃത്തികള് വിശ്വാസത വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ നമ്മളെ പ്രവർത്തികൾ നമ്മൾ യെസ് നമ്മളെ കുറിച്ചുള്ള വിശ്വാസം കൂട്ടുമെന്ന കിട്ടണം എന്ന ധാരണയിലൂടെ തന്നെയാണ് നമ്മൾ അതിൽ എന്തൊക്കെ സഞ്ചരിക്കുന്നത്. പ്രവർത്തികളാണ് സാർ ഉള്ളത്? ഏതൊക്കെ പ്രവർത്തികൾ സാർ ഉപയോഗിക്കുന്നു? സർ ഞാൻ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി സാർ ഉപയോഗിക്കുന്ന 10 ടൂൾസ്. ആദ്യത്തെ എന്റെ പ്രൊഫഷനാണ് സർ. ഞാനൊരു പിന്നെ സൈക്കോളജിക്കൽ കൗൺസിലറാണ്. അത് ആദ്യം ഞാൻ പഠിച്ചതും എനിക്ക് കിട്ടിയതും അവർക്ക് കൃത്യമായി കൊടുക്കുന്ന സമയത്ത് അവരിൽ ഫലം കിട്ടുന്നു എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. കടം വാങ്ങിയാൽ കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുന്നു എന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ പറയുന്ന വാക്കുകൾ ഒന്നാമത് പറഞ്ഞ പ്രൊഫഷൻ അല്ലേ? പ്രൊഫഷനാണ്. പ്രൊഫഷനില് എങ്ങനെ സക്സസ് ആവാൻ പറ്റും വിശ്വാസ്യതയില്? സർ എന്റെ അറിവുകൾ കൃത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും അത് അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ഞാൻ മനസ്സിലാക്കിയ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കും. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം തന്നെ അവരുടെ വിശ്വാസമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നു. അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ഞാൻ കൊടുക്കുന്ന എന്റെ പ്രൊഫഷനിലൂടെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ മറ്റൊരാൾക്ക് എമ്പതി, ഒരുപാട് ഇതുണ്ട്. എമ്പതി, അവരുടെ സഹാനുഭൂതിയോടെ പെരുമാറുക, അവരോട് കാരുണ്യം ഉണ്ടാവുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സാറിന് അത് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. ഞാൻ കൊടുക്കുന്നത് കൊണ്ട് അഡീഷണൽ ഉപയോഗിക്കുന്നുണ്ട്. എമ്പതി രണ്ടല്ലേ സാറേ? ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. അതായത് സാർ ഇപ്പൊ വർദ്ധിപ്പിക്കാനുള്ള മാർഗം. അതായത് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, ഇപ്പം മറ്റേ സാറ് സംസാരിച്ചതിനോട് അതോടനുബന്ധിച്ചിട്ട് തന്നെ ഞാനും പറയുന്നത്. കാരണം ഞാനിങ്ങനെ ഒരു ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോ ഇവിടെ ഒരു ശരണ്യ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വയം തൊഴിൽ പദ്ധതി പുതുതായിട്ട് വന്നു. ഓൾറെഡി 2 ഉണ്ട്. അപ്പം സാറ് പറഞ്ഞു അത് ഉടനെ പത്രത്തിൽ കൊടുക്കണം. 1,10,00,000 റുപ്യ അലോട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് മൊത്തം. അപ്പൊ പത്രത്തിൽ കൊടുത്തിട്ട് ഓഫീസ് ഫോൺ നമ്പർ കൊടുക്കണം എന്നും പറഞ്ഞു. ഞാൻ ചെയ്തത് സാറേ, ഓഫീസ് നമ്പറിന്റെ കൂടെ എന്റെ സെൽ നമ്പറും കൊടുത്തു. കേൾക്കുന്നുണ്ടേ. ഒന്ന് വാഷ്റൂമിൽ പോകാൻ വരെ സമയം കിട്ടിയില്ല. എല്ലാവരും വിളിയോട് വിളി. കണ്ണൂരാണ് സംഭവം, കണ്ണൂർ ജില്ലയില്. ഞാൻ വിളിച്ചവരുടെയൊക്കെ നമ്പർ എഴുതിയിട്ട്, അപ്പം അവരുടെ യോഗം കൂടിയിട്ടാകുമ്പോ അത് 1-2 ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളെ നമ്പർ കൊടുത്താണ്ടാണ് നമുക്കിത് വേഗം കിട്ടാൻ ആയതെന്ന്. അത് ഒരു വിശ്വസ്തതയല്ലേ സാറേ? അതായത് ഞാൻ ഓഫീസറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ശരണ്യ എന്ന് പറയുന്ന സ്വയം തൊഴിൽ പദ്ധതി വന്നു. 1,100 രൂപ അല്ലേ? അല്ല, അത് സംഭവം എന്ന് പറഞ്ഞാല് 1,10,00,000 റുപ്യ അലോട്ട്മെന്റ് 1,10,00,000 രൂപയുടെ പദ്ധതിയായിരുന്നു. അത് അലോട്ട് 50,000 ചെയ്തതനുസരിച്ച് ഓഫീസ് നമ്പറോടൊപ്പം എന്റെ സ്വന്തം നമ്പറും കൂടെ കൊടുത്തു. ആ സമയം മുതൽ എനിക്ക് കോളോട് കോളായിരുന്നു, ഒരുപാട് കോളുകൾ. അതായത് എന്നെ വിളിച്ചാൽ അവർക്ക് കിട്ടും എന്ന വിശ്വാസത്തിലാണ് അവർ വിളിക്കുന്നത്. അതിന്റെ പ്രത്യേകത സാറേ, വിധവകള്, പിന്നെ 30 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിയാത്തവര്, ഡൈവേഴ്സ്, ഇങ്ങനെ കുറച്ച് കാറ്റഗറിയിലുള്ള വനിതകൾക്കാണ്. അത് 50,000 രൂപ ചെറിയൊരു സംരംഭം തുടങ്ങാൻ കൊടുത്താല് 50% സബ്സിഡിയാണ്. അപ്പൊ 25,000 രൂപ അവർ തിരിച്ചടക്കണ്ടോ, അതിന് പലിശ പോലും വേണ്ട. അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ കുറെ ആൾക്ക് അത് പ്രയോജനപ്പെട്ടു. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമല്ല ചില സമയത്ത്. പ്രത്യേകിച്ച് പേഴ്സണൽ നമ്പർ കൊടുത്ത് എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ അവരിൽ ചിലരെങ്കിലും അവിശ്വസിക്കില്ലേ നമ്മളെ. നമ്മളെ അടുത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇവർ വിളിക്കുന്നത്. അവിടെ വിശ്വാസ്യത കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ വിളിക്കുന്ന ആളുകൾക്ക് അത് കറക്റ്റായിട്ട് കൊടുക്കണം അല്ലെ? വിളിച്ച എല്ലാവർക്കും ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഓക്കെ.
അവിടെ നമ്മൾ അടുത്തൊരു പ്രിൻസിപ്പിൾ ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മളോട് തോന്നുന്ന വിശ്വാസത്തെയാണ്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വിജയിക്കാൻ, അതായത് ഹൗ ടു ബിൽഡ് എ ലെജൻഡറി ലൈഫ് സ്റ്റൈൽ, നമുക്കൊരു ലെജൻഡറി ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്ന ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. ഈ വിശ്വസ്തത നമ്മൾ നേടണമെങ്കിൽ നമ്മൾ വിശ്വാസയോഗ്യനായ വ്യക്തിയായി മാറണം. ഈ വിശ്വാസം എന്ന് പറയുന്നത് അതർ പേഴ്സൺ ആണ്, അല്ലെ? കറക്റ്റ്. നമ്മളെ ആരാണ് വിശ്വസിക്കേണ്ടത്? എന്നെ വിശ്വസിക്കുന്ന, എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം. പക്ഷെ എന്നെ വിശ്വസിക്കണമെങ്കിൽ, വിശ്വാസയോഗ്യനായ വ്യക്തിയായി മാറണമെങ്കിൽ ആരാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ സ്വയം വിശ്വസിക്കുന്നു. അത് മാത്രം മതിയോ ഒരു മാസ് ഓഫ് ദ പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ? ഇപ്പൊ ഞാൻ പറയാണ്, നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി തീരുമാനിക്കും. നരേന്ദ്രമോദിക്ക് സ്വയം വിശ്വാസമുണ്ട് ഞാൻ പ്രധാനമന്ത്രിയാവും എന്ന്. പക്ഷെ ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അതിൽ വിശ്വാസമില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയാവുമോ? അദ്ദേഹത്തിന്റെ വിശ്വാസം വോട്ടായി മാറുന്നു. സാധ്യത എത്ര പെർസെന്റേജ് ആണ്? അല്ല സാറേ, ഫസ്റ്റ് നമുക്ക് നമ്മളെ വിശ്വാസം വേണം. നമുക്ക് വിശ്വാസം ഇന്റഗ്രിറ്റി എന്ന് പറയും. ഇന്റഗ്രിറ്റി, നമ്മളോട് നമുക്ക് തോന്നുന്ന വിശ്വാസ്യതയാണ് ഇന്റഗ്രിറ്റി, ആർജവം എന്ന് മലയാളം. ഓക്കെ, അത് മറ്റൊരാൾക്കും അറിയില്ല, അത് ഇന്റഗ്രിറ്റി. പിന്നെ രണ്ടാമത് വരുന്ന സംഭവമാണ് ആത്മവിശ്വാസം, അല്ലെ? മൂന്നാമത് വരുന്നതാണ് സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. ഇന്റഗ്രിറ്റി ഇല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടാവുമോ? ഈ സെൽഫ് എസ്റ്റീമിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ഇന്റഗ്രിറ്റി വേണ്ടേ? ഇപ്പം മാം ഒരു അഴിമതി നടത്തിയെന്ന് വിചാരിക്കും. അതായത് 1,10,000 രൂപ, അല്ലെ? ഇല്ല, 1,10,00,000 രൂപയാണോ ഏതാണോ അത് വരുന്നു. അതില് ഒരു കോൺട്രാക്ടർ പറയുന്നു, ഇതെല്ലാം ഞാൻ ചെയ്യാം, ആളുകൾക്ക് കൊടുക്കാം, നിങ്ങൾക്ക് 50 ലക്ഷം രൂപ തരാം. ഓക്കെ, ബാക്കി നമുക്ക് വീതിച്ചു കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഇതാരും അറിയാൻ പോകുന്നില്ല. 50 ലക്ഷം രൂപ മാമിന് കിട്ടി ഈ ഒരു പദ്ധതിയിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ. റെഡി? വേറെ ഒരാളും അറിയാൻ പോകുന്നില്ല. ഓക്കെ, മാം 50 ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യും? അങ്ങനെ ചിന്തിക്ക പോലും ഇല്ല സാറേ, ഞാൻ ചിന്തിക്ക പോലും ഇല്ല. ഇപ്പൊ 50 ലക്ഷം രൂപ മാം വാങ്ങി എന്ന് ചിന്തിച്ചാൽ മാമിന് നഷ്ടാവുന്ന എന്താണ്? ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി നഷ്ടാവും. മാമിന് വിശ്വാസം ഉണ്ടാവും, പക്ഷെ വേറെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു കുത്തുണ്ടാവില്ലേ? അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഷ്യസ് ഓർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. മോറൽ ആൻഡ് എത്തിക്കൽ ഗൈഡൻസ്, പ്രിൻസിപ്പിൾസ് എന്റെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ഫോളോ ചെയ്യേണ്ടുന്ന ഒരു പാത്വേ ആണ് ഈ ഇന്നർ കോൺഷ്യസിന്റെ വോയിസ് കേൾക്കുക. ഫൈൻഡ് യുവർ ഓൺ വോയിസ് ആൻഡ് ഇൻസ്പയർ ടു അതേഴ്സ് ടു ഫൈൻഡ് ദെയർ വോയിസസ് എന്ന് പറയും. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മത്തിന്റെ ശബ്ദം, ഇല്ലെങ്കിൽ ശരി തെറ്റുകളെ മനസ്സിലാക്കുന്ന ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്റഗ്രിറ്റി കിട്ടും. ഇന്റഗ്രിറ്റിയിൽ നിന്നുമാണ് നമ്മുടെ ആത്മാഭിമാനത്തിലേക്ക് വരിക, കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അല്ലെ? ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം. ഇതാണ് നമ്മുടെ പാത്വേ. നമ്മളുടെ ഈ പ്രിൻസിപ്പിൾസ് എന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ 3 പാത്വേയിലൂടെ കണക്ട് ആണ്. ഫസ്റ്റ് ഒന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ, നമ്മളെ കുറിച്ച്
നമുക്കുള്ള അവബോധം. നമ്പർ 2, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ലീഡർഷിപ്പ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നമ്മളുടെ പവർ. 3, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈനംദിനേന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ. ദിസ് ഈസ് എ പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസ്. ഇത് ജസ്റ്റ് എ കോമൺ സെൻസ് ബട്ട് നോട്ട് എ കോമൺ പ്രാക്ടീസ്. ഇതൊരു കോമൺ സെൻസ് ആണ്, സാമാന്യബോധമാണ്, എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും പ്രാക്ടീസ് ചെയ്യുന്നില്ല. വിശ്വാസം. എന്ത് വിശ്വാസം? മറ്റുള്ളവരെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിച്ചും വെട്ടിച്ചൊക്കെ നമുക്ക് കുറെ സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ തനിയേ വന്നുകൊള്ളും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനൊരു പഴഞ്ചൊല്ലൊക്കെ പറയുമല്ലോ അല്ലെ, നാണം കെട്ടും പണം നേടിയതിനാൽ നാണക്കേടാ പണം, അല്ലെ? മാനം കെട്ടും, എങ്ങനെ സാർ അത്? നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം പേറിക്കൊള്ളും. നാണക്കേടാ പണം പേറിക്കൊള്ളും. ഈ പണം ഉപയോഗിച്ച് നമുക്ക് നാണക്കേട് മാറ്റാം. ഇതായിരുന്നു നമ്മുടെ ഓൾഡ് വേ ഓഫ് തിങ്കിങ്. ബട്ട് നൗ വി ആർ ചേഞ്ച്. നമ്മുടെ ഇഫ് യു വാണ്ട് ടു അച്ചീവ് incredibly or success in your life, you want to change your way of thought, you want to change your attitude and behavior and character also. First, we want to think a new level of thinking process. നമ്മളുടെ ഈ യാത്രയിൽ ഒരു ന്യൂ ലെവൽ ഓഫ് തിങ്കിങ് പ്രോസസ് ആണ്. പക്ഷെ ഇത് ഓൾഡ് ആണ്, ബട്ട് ന്യൂ. ഓക്കെ, ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഒരു വിഷയം, നമ്മളുമായി ജനങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു 5 മാർഗത്തിലാണ്. ഇല്ലെങ്കിൽ നമ്മളുമായി അതർ പേഴ്സൺസ് അസോസിയേറ്റ് ചെയ്യുന്ന 5 മാർഗത്തിലാണ്. ഒന്നാമത്തേത് ക്രിയേറ്റീവ് എക്സൈറ്റ്മെന്റ്, സർഗാത്മകമായ ഉത്തേജനം. ഓക്കെ. 2, ഹാർട്ട്ഫെൽറ്റ് കമ്മിറ്റ്മെന്റ്. ഹൃദയപൂർവമുള്ള പ്രതിജ്ഞാബദ്ധത. ഇതിൽ ഹൃദയപൂർവമുള്ള പ്രതിജ്ഞാബദ്ധതയിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആരൊക്കെ? ഹൃദയപൂർവമുള്ള പ്രതിജ്ഞാബദ്ധത എന്ന് പറയാം, എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ ഒന്നും പരിഗണിക്കാതെ നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്നവര് സ്നേഹബന്ധത്തിന്റെ ഐ ലവ് യു, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അതുണ്ടോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും അറിയുമോ? ബഹുഭൂരിപക്ഷം വരുന്ന കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് വന്ന് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചല്ലേ? അങ്ങനെയാണ് സാറേ. അങ്ങനെയാണല്ലോ സാറേ. അങ്ങനെയാണ്. അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിന്റെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ല, പരസ്പരം ഇഷ്ടമല്ലേ സാറേ? അല്ല, ഇതിന് ഞാൻ പറയാം, പരസ്പര ഇഷ്ടമല്ല. ചില ഭർത്താക്കന്മാര് കള്ളു കുടിച്ചിട്ട് വരുന്ന വീടില്ലേ, ഉണ്ട്. എല്ലാ ഭാര്യമാരും ഡൈവേഴ്സ് അങ്ങനെ ഡിവോഴ്സ് ഇല്ല, ഡിവോഴ്സ് ചെയ്യാറില്ല. പ്രിൻസിപ്പൾ ഇതല്ലേ, accept them as they are. That is the wonderful way to deal with people. I understand that. I feel like that. ഞാനൊരു കോള് വന്നുകൊണ്ടാണ് കട്ടായിപ്പേ. സാർ, എല്ലാവരും ഡിവോഴ്സ് ചെയ്യാറില്ല സാർ പറഞ്ഞ
ഓക്കെ, എനിക്ക് വന്നുകൊണ്ടാണേ. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വളരെ കോമൺ ആണ്, പക്ഷെ കോമൺലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ഹൗ ടു ബിൽഡ് എ ലെജൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വ്യക്തിപരവും വ്യക്തികൾ തമ്മിലുള്ളതുമായ പ്രയോഗക്ഷമതയെ കൂട്ടുന്നതിനുള്ള 7 ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 8:45 മുതൽ തുടങ്ങുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്നത്. Number 1, principles of personal vision. Number 2, principles of personal leadership. Number 3, principles of personal management. That's a personal mastery of success. Then നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെ ഫോക്കസ് ചെയ്യുന്നതാണ് ഹൗ ടു ലീഡ് യുവർ ലൈഫ് ഇൻ ട്രൂലി എഫക്റ്റീവ് വേ എന്ന വിഷയത്തിൽ ഫോക്കസ് ചെയ്യുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപേഴ്സണൽ ലീഡർഷിപ്പ്. നമ്മൾ മാത്രം ജീവിതത്തിൽ വിജയിക്കുന്നതിന് പകരം നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരെയും നമ്മളുടെ കൂടെ ചേർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർപേഴ്സണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് എംപതിക് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മറ്റു വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ ആശയവിനിമയത്തിനെ എത്രമാത്രം സ്മൂത്തായി, എത്രമാത്രം ഹാർമണിയോടുകൂടി, എത്രമാത്രം ഇന്റർപേഴ്സണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് എംപതിക് ലിസണിങ് എന്ന് പറയുന്നത്. ദെൻ ക്രിയേറ്റീവ് കോപ്പറേഷൻ. നമ്മൾ ഒരുമിക്കുന്നു. വി ക്യാൻ കോപ്പറേറ്റ് ടുഗദർ, കമ്പൈൻ അവർ ടാലന്റ്, വി ക്യാൻ ക്രിയേറ്റ് മോർ സക്സസ് ഇൻ ലൈഫ്. നമ്മൾ ഒരുമിക്കുമ്പോൾ, നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരാശയമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശയങ്ങൾ സമ്മേളിക്കുന്ന സമയത്ത് ഒന്നും രണ്ടല്ല, ഒന്നും 11 അല്ല, അതിനേക്കാൾ വലിയ പവറായിട്ട് നമ്മൾ മാറുന്നുണ്ടാവും. വേൾഡ് കോൺഷ്യസ് അലയൻസ്. വി ക്യാൻ കോപ്പറേറ്റ് ടുഗദർ, കമ്പൈൻ അവർ ടാലന്റ്, വി ക്യാൻ ക്രിയേറ്റ് മോർ സക്സസ് ഇൻ അവർ ലൈഫ്. അതായത് പരസ്പര വിശ്വാസത്തോടുകൂടി പരസ്പര നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്ന ഒരു കൂട്ടം മനുഷ്യാത്മാക്കളായി നമ്മൾ മാറുമ്പോൾ ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കത്തക്ക രീതിയിലുള്ള ഒരു പവറായിട്ട് നമ്മൾ മാറുന്നുണ്ടാവും. അതാണ് നമ്മളുടെ സിനർജി, ദ പ്രിൻസിപ്പിൾസ് ഓഫ് സിനർജി. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബാലൻസ് സെൽഫ് റിന്യൂവൽ. നമ്മൾ ഒരുമിച്ചുകൊണ്ട് ഇപ്പൊ ഞാനാണ് സംസാരിക്കുന്നെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കുന്നുണ്ടാവും. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ ഇത് മുന്നോട്ട് അനശ്യൂതമായിട്ട് നീങ്ങുന്നുണ്ടാവും. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്കാണ് നമ്മൾ എത്തുക. അതിനു വേണ്ടിയുള്ള ഒരു യാത്രയാണ് കുറച്ചധികം ദിവസങ്ങളായിട്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത, ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ, ഇല്ലെങ്കിൽ വിൻസ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്ത ഒരു മഹത് വ്യക്തിയുടെ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഹിഡൻ അജണ്ടാസ് ഇല്ല, പരസ്പര നന്മ മാത്രമേ നമ്മൾ ലക്ഷ്യമാക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരുമിക്കുന്നു, നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര മുന്നോട്ട് പോകുന്നു. അപ്പം 10 ദിവസത്തേക്കുള്ള ഒരു മൊഡ്യൂളാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനുശേഷം 100 ദിവസത്തേക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഞാൻ നടത്തുന്നുണ്ട്. ഇപ്പം ബേസിക്കലി 10 ദിവസമാണ്. 10 ദിവസം എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ദിവസം പേഴ്സണൽ മാസ്റ്ററി ഓഫ് സക്സസ്, ദെൻ പബ്ലിക് വിക്ടറി. ഈ പബ്ലിക് വിക്ടറി എന്ന് പറയുന്നത്, പൊതുവിജയം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. ഈ സ്വകാര്യ വിജയം എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ട് ഏതോ ഒരു മൂലയ്ക്ക് നമ്മൾ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് ഈ ആദ്യത്തെ 5 ദിവസത്തെ. ബാക്കി 5 ദിവസത്തിന് നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടുന്ന ഒരു ഇതാണ്. അതിന് നമ്മൾ കുറച്ചും കൂടെ വൈഡ് ആംഗിൾ ലെൻസ് ആൻഡ് നോർമൽ ലെൻസ് ആൻഡ് മൈക്രോസ്കോപ്പിക് ലെൻസ് ഇതിന് നമ്മളിൽ നിന്ന് അപഗ്രഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അതായത് നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് അമ്മ, നമ്മുടെ മാതാവ് എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റിയാണ്. തനിക്ക് തന്നെ തന്നോട് തോന്നുന്ന വിശ്വാസ്യത, ആർജവം. നമ്മുടെ പിതാവ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. ഇതിനിടയ്ക്കാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. നമ്മൾ ഓരോന്നിനും എടുത്ത് വിശകലനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. എന്തായാലും ഇനി ഒരു ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. 7:55 8:45 നമ്മൾ പുതിയ ഒരു ഡിസ്കഷൻ സെഷനിലേക്ക് പോകുന്നുണ്ടാവും. കഴിഞ്ഞ 1 and 2, 3 ഡേയ്സിലെ ഒരു ഓവർവ്യൂ ആണ് അവിടെ നടക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു.
താങ്ക് യു സർ. How to live your life in truly effective way. പറഞ്ഞോളൂ മാം. എന്ത് സംശയം ചോദിക്കാം. ആ സംശയം എനിക്കൊരു പഠനത്തിലുള്ള ഒരു ഉപാധിയാണ്. സാർ, എനിക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഇടയ്ക്ക് വെച്ചൊന്ന് മുറിഞ്ഞു പോയി. ട്രസ്റ്റ് ആണ് സാറേ. അൺമ്യൂട്ട് ചെയ്യണം. മറ്റൊരാൾ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടത് നമുക്ക് നാം ചെയ്തു കൊടുത്ത പ്രവൃത്തിയിലൂടെ അയാൾ നേടുകയും ചെയ്യുമ്പോഴാണ് അയാൾ നമ്മളെ ഒരു വിശ്വസ്തനായിട്ട് കാണുക. എന്റെ അടുത്തേക്ക് വരുന്ന ഫസ്റ്റ് നമ്മൾ പറഞ്ഞ വിശ്വസ്തതയെ കുറിച്ചാണ്. വിശ്വസ്തത വലിയ ഗുണമെന്നാണ് പറഞ്ഞത്. യെസ്. അപ്പൊ ആ വിശ്വസ്തത ആർജിക്കണമെങ്കിൽ, എന്നെ വിശ്വസിക്കണമെങ്കിൽ എന്റെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടണം. നിങ്ങൾ എന്താണോ ഇച്ഛിച്ചത് അതിൽ നിന്ന് ഫലം കിട്ടണം. ഒരു ഡോക്ടറെ വിശ്വസിക്കുമ്പോൾ അയാൾ നമുക്ക് തന്ന മരുന്ന് അല്ലെങ്കിൽ ഉപദേശം അല്ലെങ്കിൽ പ്രവൃത്തി നമ്മുടെ അസുഖത്തെ മാറ്റുമ്പോൾ ആ ഡോക്ടർ എനിക്ക് വിശ്വസ്തനാണ്. എനിക്കിതിലൊരു സംശയമുള്ള സാറേ. ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ട് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഈ മാർക്കറ്റില് ഒരു ഓർഗനൈസേഷന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ഓർഗനൈസേഷന് കേരള ഗവൺമെന്റ് ഒരു ചലഞ്ച് ഫേസ് ചെയ്തു. അവർ ചെയ്യുന്ന വിശ്വസ്തതയാണോ എന്ന്. ഒരുപക്ഷെ ആ ഓർഗനൈസേഷനിലെ എല്ലാ മനുഷ്യരും വലിയ പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം അൺകണ്ടീഷണലി വിശ്വസിക്കുന്നു. ഒരാൾ പോലും പരാതി കൊടുത്തിട്ടില്ല. കേരള ഗവൺമെന്റിനെയും കേരളത്തിന്റെ നിയമവ്യവസ്ഥകളൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ ഇപ്പൊ ബിൽഡപ്പ് ചെയ്യുന്നു. ഇല്ല, അവരെങ്ങനെയാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്തത്? ആ ഓർഗനൈസേഷൻ ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരം ബഡ്സ് ആക്ടിന് വിധേയമാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല. പക്ഷെ അവർ അൺകണ്ടീഷണലി വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഒരു കൂട്ടം പീപ്പിൾസിനെ ഈ ഒരു കമ്പനിക്ക് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചത്? ഒരുപക്ഷെ ഇവർ പറയുന്നത് ശരിയാണെന്നൊന്നുമില്ല, തെറ്റായേക്കാം. എങ്കിൽ പോലും അവർ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് അവർ വിശ്വാസ്യത നേടിയെടുത്തത്? അതിന്റെ സാറിന് ആ കമ്പനിയെ കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ആ കമ്പനി ഇന്നേ വരെ അവർ പറഞ്ഞതൊന്നും വ്യതിചരിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അതായത് സാറ് വാക്ക് പാലിച്ചുകൊണ്ടാണ് സാർ ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നെങ്കിൽ സാറ് നാളെ ഒരു തെറ്റ് ചെയ്താലും ഇവര് അംഗീകരിച്ചു തരില്ല. ഒരു ബ്രാൻഡ് നെയിം ഉണ്ട് സാറേ, ഒരു ബ്രാൻഡ് നെയിം. ബ്രാൻഡ് നെയിം. അതായത് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ കോൾഗേറ്റ് ഗുഡ്വിൽ എന്ന് പറയില്ലേ സാറേ? ഗുഡ്വിൽ, എന്തോ പ്രശസ്തി മൂല്യം. ആയിരിക്കും. അതന്നെ. എന്നുവെച്ചാൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ആ ബ്രാൻഡിന്റെ ഒരു നെയിം ഉണ്ടല്ലോ. ബ്രാൻഡ് നെയിമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ബ്രാൻഡ് നെയിം ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ കോൾഗേറ്റ്, ഞാൻ ചെറുപ്പം മുതൽ ഉപയോഗിച്ചിരുന്നത് കോൾഗേറ്റ് ആണ്. ഈ കോൾഗേറ്റിന്റെ കാലങ്ങളായിട്ട് അവർ കൊടുക്കുന്ന മനുഷ്യ മനസ്സിലേക്ക് അവര് ചിരപ്രതിഷ്ഠ നേടി. ഒരു ആങ്കറിന്റെ കോൾഗേറ്റ് നോട്ടെ എന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടു കടയിൽ നിൽക്കുമ്പോ. ഒരു ആങ്കറിന്റെ കോൾഗേറ്റ് നോട്ടെ, ആങ്കർ കമ്പനിയുടെ കോൾഗേറ്റ്. ഈ പേസ്റ്റിനാണ് കോൾഗേറ്റ് എന്ന് പറയുന്നത്. അതെ. ചില ഉൽപ്പന്നങ്ങള് നമ്മൾ അതിന്റെ ക്വാളിറ്റിയിലേക്ക് കൂടുതൽ ചകഞ്ഞ് നോക്കാതെ സാറ് പറഞ്ഞതുപോലെ നേരത്തെ തന്നെയുള്ള ആ പേരിലൂടെ മാത്രം നമ്മൾ വീണ്ടും ആ ഉൽപ്പന്നത്തെ തന്നെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ മനോരമ പേപ്പർ വായിക്കുന്ന ഒരാളെ മനോരമ പേപ്പർ വായിക്കുള്ളൂ, മാതൃഭൂമി വായിക്കുന്ന ഒരാളെ മാതൃഭൂമി പേപ്പർ വായിക്കുള്ളൂ, ഒരു മാരുതിയുടെ കാറ് മേടിക്കുന്ന ആള് മാരുതിയുടെ കാറ് മേടിക്കുള്ളൂ, ടാറ്റാസിന്റെ മേടിക്കുന്ന ആൾക്കാർ ടാറ്റാസിന്റെ മേടിക്കും. അങ്ങനെ ഓരോ ബ്രാൻഡ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള നമ്മളോട് വിശ്വസിക്കാൻ പറ്റുന്ന
ലോയൽറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ് എന്ന് പറയും അത്. സോ ദ ലോയൽ ടു ദ കസ്റ്റമർ, ലോയൽ ഓഫ് ദ കസ്റ്റമേഴ്സ്, ലോയൽറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ്. ലോയൽറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ്. യെസ്. യെസ്. അതായത് ആ ബ്രാൻഡോട് നമ്മള് ഈ പാർട്ടിക്കാര്, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും അവർക്ക് ലോയൽ ആയിട്ടുള്ള കുറെ വർക്കേഴ്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. വാട്ട് എവർ ദ ടോപ്പ് ലീഡേഴ്സ് എന്ത് ചെയ്താലും they won't mind. They will blindly believe the leaders and believe the party only. അതാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു പ്രൊഡക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ലോയൽറ്റി ഓഫ് ദ കസ്റ്റമേഴ്സ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പേര് കിട്ടാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അവർ സക്സസ്. തീർച്ചയായിട്ടും സാറേ, ഒരു ലോങ് ടൈം പ്രോസസ് ആണല്ലേ, കുറച്ചധികം കാലം എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. അതേ കാര്യം നമ്മുടെ വ്യക്തി ജീവിതത്തിലും സെയിം പ്രോസസ്സ് വേണ്ടേ? വേണം. അതാണ് ഉലയനാർ സാറ് പറഞ്ഞത്. ആ വിശ്വാസം, ഞാൻ കൊടുക്കണ സർവീസ് മറ്റേ ആൾക്ക് ഫലപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് എന്നോട് വിശ്വാസമുള്ളൂ. അതാണ് ഉലയനാർ സാറ് പറഞ്ഞത്. എന്തായാലും ഒരുപാട് താങ്ക്സ് സാർ. ഇനി അടുത്ത ആളാരാണ് സംസാരിക്കുന്നത് ഈ ഒരു വിഷയത്തില്? ഉലയൻ സാർ കേൾക്കാമോ? കേൾക്കാം. ഇപ്പൊ സാറ് പറഞ്ഞ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. എന്നാലും സാറ് പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഒന്ന് തന്നെയല്ലേ? ഇല്ല, ഇപ്പൊ സാർ ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ അത്? കൃത്യമായി പറഞ്ഞു ഇപ്പോ. യെസ്, ഞാൻ സാറ് പറഞ്ഞപ്പോ അതിന്റെ കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. സർ വിൻസെന്റ് ജോൺ സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് അതാണ്. ലാസ്റ്റ് പറഞ്ഞ തന്നെയാണ് ശരി. അത് തന്നെയാണ് നമ്മുടെ ലൈഫിലുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലേ? ഇപ്പൊ ഉലയനാർ സാറിന്റെ ലൈഫില് ഒരുപക്ഷെ സാറിന്റെ ജീവിതത്തിൽ സാറ് ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടാണ് ഇപ്പൊ സാറിന്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ സാറ് ഡേ ബൈ ഡേ, മൊമെന്റ് ബൈ മൊമെന്റ്, ഫ്രാക്ഷൻ ഓഫ് ദി സെക്കൻഡ് സാറ് ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ? അതെ. അതിനനുസരിച്ച് സാറിന്റെ പ്രശസ്തി മൂല്യം വർദ്ധിക്കുന്നു. സാർ ഒരു മിനിറ്റ്, അതിനു വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാണ്. ഞാൻ പുസ്തകങ്ങളിലൂടെ പോവുകയാണ്, മറ്റു വ്യക്തികളുടെ അനുഭവങ്ങളിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അധ്വാനിച്ചാൽ മാത്രമേ ഇതെനിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു വ്യക്തികളെ മനസ്സിലാക്കുന്നു. മറ്റുള്ള അതെ, യെസ്, മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു. ശരിയാണ്, ഉൾക്കൊള്ളുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് സാറ് കടലായി മാറി, സാഗരമായി മാറി. പുഴയൊഴുകി വരുന്നു സാറിന്റെ അടുത്തേക്ക്, ഒരുപാട് മാലിന്യങ്ങളും പേറി. സാറ് പതുക്കെ തടഞ്ഞു നിർത്തി ആ പുഴയെ സാന്ത്വനിപ്പിക്കുന്നു കടലായിട്ട്. അപ്പൊ പുഴ എന്ത് ചെയ്യുന്നു? പുഴയുടെ കയ്യിൽ കുറെ ആയുധങ്ങളൊക്കെ താഴെ ഇട്ടിട്ട് സാറിനോട് സംസാരിക്കുന്നു. സാറ് കടലാണ്. സാറ് പതുക്കെ ഈ പുഴയെ കടലിന്റെ സ്വഭാവമായിട്ട് ലയിപ്പിച്ച് ചേർക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ഇപ്പോ എന്റെ അടുത്ത് വരുന്ന അയാൾ സുഖപ്പെട്ട അയാൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയോട് പറയും, ഇന്ന ആളെടുത്ത് പൊക്കോളൂ, എനിക്ക് സുഖം. അത് എന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വിശ്വാസ്യത വേണം, അത് വർദ്ധിപ്പിക്കാൻ. അതിന് സാറ് ബോധപൂർവ്വം ചെയ്യുന്നില്ല, സാർ ആത്മാർത്ഥത ഉപയോഗിക്കുന്നു, കാരുണ്യം ഉപയോഗിക്കുന്നു, ദയ ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് സാർ ഉപയോഗിക്കുന്ന ടൂള്. അതെ, സാർ ചെയ്യുന്ന പ്രവൃത്തിയോട് സാറിന് വിശ്വാസമുണ്ട്, ഇന്റഗ്രിറ്റി. എനിക്ക് വിശ്വാസമുണ്ട്. സാറ് സത്യസന്ധമായി വിശ്വസിക്കുന്നു, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു, ക്ഷമയോടുകൂടി കേൾക്കുന്നു, സഹാനുഭൂതി. ഇത് വരുമ്പോ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് സാറിനുണ്ടാകുന്ന വിശ്വാസ്യത. അൺകണ്ടീഷണൽ ഹിയറിംഗ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്.
വരുന്ന വ്യക്തിക്ക് ഇറക്കി വെക്കാൻ ഞാൻ അത്താണിയായി മാറിയാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ. യെസ് സർ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഈ വിഷയത്തില്? റോയ് സാറിന് ഇതേ അനുഭവങ്ങൾ കാണും സാർ, സംസാരിക്കും റോയ് സാറേ. അനുഭവങ്ങളുടെ കുറവ് സാറേ, ഇപ്പോ ഒരു കൗൺസിലറുടെ അടുക്കേട്ട് ഒരു ക്ലയന്റ് വരുന്നത് മറ്റാരോ പറഞ്ഞു കേട്ട ആ വിശ്വാസം എനിക്കും ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തിന് അപ്പൊ ട്രസ്റ്റ് മറ്റൊരാൾ മുഖേന ഉണ്ടായ ട്രസ്റ്റാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കുമ്പോൾ മാത്രമേ ആ ട്രസ്റ്റ് ഈ കൗൺസിലറോട് ഉണ്ടാകുകയുള്ളൂ. രൂഢമൂലമാവുള്ളൂ അല്ലെ? ഒരു ഡോക്ടറെ അടുത്ത് വന്ന് അസുഖം ഭേദമാകുന്ന സമയത്താണ് അതെ. പല രോഗികളും വേറെ രോഗം വന്നപ്പോ ഇയാളുടെ ചികിത്സ കൊണ്ടാണ് എനിക്ക് ഭേദപ്പെട്ടത് എന്ന് പറയുന്ന ആ ഒരു ഇതിലാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ വിശ്വാസം പൂർണ്ണമായിട്ടില്ല, ഒരു വിശ്വാസം ഫീലിംഗ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ? അവർക്കുള്ള അനുഭവമാണ് അവർ പറയുന്നത്. അതെ, ഒരു ടെമ്പററി ആയിട്ടുള്ള ഇതുണ്ട്. ഓക്കെ, അത് അദ്ദേഹത്തിന് അത് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ ട്രസ്റ്റ് ആവുകയുള്ളൂ. ആ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ വിശ്വാസം പൂർത്തീകരിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറായുള്ളൂ. സാറേ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. പിന്നെ അതായത് ആറ്റിറ്റ്യൂഡാണ് നോളജിനേക്കാളും മേലെ ഇരിക്കുന്നതെന്നാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. മനോഭാവം. നമ്മളെ ആറ്റിറ്റ്യൂഡ് വളരെ, അതായത് അൺകണ്ടീഷണൽ ആയിട്ട് നമ്മളെ ലവും ആ പ്രൊഫഷനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കാൻ പറ്റും. അതായത് സാറ് പറഞ്ഞ പോലെ എമ്പതി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എമ്പതി ഉള്ള ഒരാൾക്ക് നല്ലൊരു കൗൺസിലർ ആവാൻ പറ്റും. പിന്നെ നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഉറപ്പാണ്. സ്കില്ല് എപ്പോ ആണ് ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും സാറ് പറഞ്ഞ മാതിരി സ്കിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. അതോടൊപ്പം ആറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ സർ. അതായത് പല കോഴിക്കോടൊക്കെ ഉള്ള പല ഭയങ്കര സൈക്കാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിട്ട് റെഡിയാക്കാത്ത കാര്യങ്ങൾ ഞാനൊരു വെറും സൈക്കോളജിസ്റ്റ് മാത്രമാണ് എനിക്ക് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അതിൽ ഞാൻ മനസ്സിലാക്കിയത് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പ്രാധാന്യം. എൻ്റെ അനുഭവം ഞാൻ മനസ്സിലാക്കിയതാണ്. അതായത് നോളജ് ഉണ്ടെങ്കിലും അവർക്കൊന്നും സമയമില്ല കേൾക്കാൻ. പലപ്പോഴും ക്ലയൻസ് വന്നാൽ പറയും, ഞങ്ങളിങ്ങനെ അവരുടെ സൈക്കാട്രിസ്റ്റ് അവർക്കൊന്നും സമയമില്ല കേൾക്കാൻ, തിരക്കാണ്. ഞാനാണെങ്കിൽ ഒരു ദിവസം മാക്സിമം 2 അല്ലെങ്കിൽ 1 എടുക്കും. എനിക്ക് ആ ഒരു ദിവസം, അതായത് 2-3 മണിക്കൂർ എനിക്ക് സെഷന് ഞാൻ എടുക്കും. അതായത് കുട്ടീനോടാണെങ്കിൽ കുട്ടീന്റെ പാരന്റ്സ് എല്ലാവരോടും സംസാരിച്ച് അത്രേ വിശദമായിട്ട് ഞാൻ അവരെ അയക്കുക. അവരെ വളരെ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്ന വിധത്തിലാക്കിയിട്ടാണ് ഞാൻ അയക്കാറുള്ളത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. ഓക്കെ സർ. അമർജ്യോതി മാം, അതേപോലെ റോയ് സാറ്. സാറ് പറഞ്ഞതുപോലെ ഇപ്പോ ആ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ നമ്മളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, ഒരു ഇന്റഗ്രിറ്റി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അവര് പ്രതീക്ഷിച്ച ട്രസ്റ്റ് നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ, അത് മനസ്സിലായാൽ മാത്രമേ നമ്മളിൽ ഇന്റഗ്രിറ്റി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇന്റഗ്രിറ്റി ഒത്തിരി കേസുകളിൽ നമുക്ക് ഇത് വരുമ്പോഴാണ് നമ്മളിൽ സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ബേസ് ട്രസ്റ്റാണ്. ട്രസ്റ്റിന്റെ സാറ് പറയുന്നത് ട്രസ്റ്റാണ്. ട്രസ്റ്റിലൂടെ ഇന്റഗ്രിറ്റി, ട്രസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ
ക്ലയന്റിന് അത് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ഇന്റഗ്രിറ്റി ഉണ്ടാവും. നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നൊരു ഇതുണ്ടാവും. അങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഏത് കേസ് വന്നാലും ഇതുപോലുള്ളത് നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സെൽഫ് എസ്റ്റീം നമ്മളിൽ ഉണ്ടാകും, സെൽഫ് കോൺഫിഡൻസ്. താങ്ക് യു റോയ് സാർ. ഇത് എൻ്റെ ഒരു ഡ്രീമാണ് സാറേ, ഒരു വേൾഡ് കോൺഷ്യസ് അലയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളെ പോലെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഹിഡൻ അജണ്ടാസ് ഇല്ലാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുടെ ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. എല്ലാവർക്കും സന്തോഷം. ഞാൻ ഒരു മാസമായിട്ട് ഈ പ്രിൻസിപ്പിൾസ് ഇൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതിൽ ലന്നൻ സാറൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളെന്ന് പറയാമോ? എന്താണ് പ്രിൻസിപ്പിൾസ് ഇൻ ലൈഫ് സ്റ്റൈൽ? തീർച്ചയായിട്ടും ഈ മൗനം എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായി മനസ്സിലായില്ല എന്ന് ഉറപ്പുണ്ട്. പക്ഷെ പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പാർട്ട് 1 ഈ മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഹൗ ടു ലീഡ് യുവർ ലൈഫ് ഇൻ ട്രൂലി എഫക്റ്റീവ് വേ എന്നുള്ള പാർട്ടാണ്. അതിൽ ബേസിക്കലി നമ്മളിൽ വരുത്തുന്ന, അതായത് നമ്മുടെ ഇന്നർ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ക്യാരക്ടർ. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഔട്ടർ വേൾഡിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇത് സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മളിൽ ഓരോരുത്തരിലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വലിയൊരു മിറാക്കിൾ ആയിരിക്കും സൃഷ്ടിക്കുക എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ്. അപ്പം ഡിസ്കഷൻ സെഷനാണ് ഇന്ന് 8:45 മുതൽ എല്ലാ ദിവസവും വരുന്നത്. അതിനുശേഷം ഒരിക്കൽ കൂടി നമ്മൾ പാർട്ട് 1 ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ വിഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ ലീഡർഷിപ്പ്, പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ 3 സെക്ടറാണ്. പബ്ലിക് വിക്ടറിയിലേക്ക് കിടക്കുമ്പോൾ അത് ഈസിയാണ്. പക്ഷെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ പലരും അവോയ്ഡ് ചെയ്യുന്നത്. ഇന്റഗ്രിറ്റി, കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം. എന്തായാലും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും ഒത്തിരി ആളുകൾക്ക് സാന്ത്വനമായിട്ട്, അതായത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു കൗൺസിലർ എന്ന് പറയുമ്പം നിങ്ങളിലേക്ക് എത്തുന്ന വ്യാകുലതകളും വ്യഥകളുമായി വരുന്ന മനുഷ്യർക്ക് സാന്ത്വനമായിട്ട് നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ ബിഹേവിയറിലൂടെ, വേ ഓഫ് ടോണിലൂടെ, ബോഡി ലാംഗ്വേജിലൂടെ അവരെ ആശ്വസിപ്പിച്ച് അവരുടെ ദുഃഖങ്ങൾക്ക് ഒരു ആശ്വാസമായി, ഒരു സമാശ്വാസമായി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് എല്ലാ കൗൺസിലേഴ്സും ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് ഇനിയുള്ള യാത്രകളിൽ ഒന്നിച്ചുണ്ടാവും. നിങ്ങളെല്ലാം ഒന്നിച്ചുണ്ടെന്ന് എനിക്കറിയാം. ഒരുമിച്ച് നമുക്ക് യാത്ര ചെയ്യണം. അതിനെല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഉലയനൻ സാർ, കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഉലയണ്ണ സാർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഈ യാത്രയിൽ എനിക്ക് പ്രചോദനമായിട്ട് ആദ്യമായി വന്നയാളാണ് ഉലയണ്ണൻ സാർ. ഹലോ, ഈ കപ്പലിൽ കയറണം. സാർ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഈ യാത്രയിൽ നമുക്ക് ഒന്നിച്ചുകൂടാം. നമ്മുടെ സംശയങ്ങളും ആശങ്കകളും ഒക്കെ തീർക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണിത്. ഞാൻ ഉറപ്പിച്ചു എല്ലാം പരസ്പരം, നമ്മളാരും യാത്രയിൽ എല്ലാ യാത്രികര് മാത്രമാണ് ഇതില്, ഗുരു ഇല്ല. എല്ലാ യാത്രികരാണ്. അനുഭവങ്ങളാണ് നമ്മുടെ ഗുരു. റോയ് സാർ ഉണ്ടാവണം, സാർ ഉണ്ടാവണം. നമ്മൾ യാത്ര മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളുടെ എല്ലാ അനുഗ്രഹാശിസ്സുകളും വേണം. എല്ലാവരും ഉണ്ട് സാർ, സാറിന്റെ കൂടെ. അമർജ്യോതി മാം കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ആശയങ്ങൾ നമുക്ക് എല്ലാ ദിവസവും ഞാൻ തന്നെയല്ല ക്ലാസ് എടുക്കുക. അത് കഴിയുമ്പോൾ നിങ്ങളുടേതായ സെഷനും വരും. നിങ്ങൾക്കറിയാവുന്ന അറിവുകളൊക്കെ നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഓക്കെ സാർ, നമുക്ക് ഓക്കെ, സമയം തൽക്കാലമായി എന്ന് തോന്നുന്നു. ഓക്കെ, താൽക്കാലികമായി നമ്മൾ ഇവിടെ പറയുന്നു. 8:45 വീണ്ടും നമ്മൾ കൂടുന്നു. അപ്പം ഉലയണ്ണൻ സാർ അതിനെ കൺക്ലൂഡ് ചെയ്തു.
സുജിത്തിനെ ഹോസ്റ്റ് തീർച്ചയായും. ആക്കിയിട്ടുണ്ട്. സുജിത്ത് ക്ലോസ് ചെയ്തോളൂ. 8:45 സെയിം ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്ത് പ്രോസസ് ഡിസ്കഷൻ പാർട്ടാണ്. നമുക്കറിയാം 1 മാസത്തോളമായി ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ, കാരണം അത്രമാത്രം ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടേം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇങ്ങനെ സെഷൻ ബൈ സെഷൻ, ഡിസ്കഷൻ ബൈ ഡിസ്കഷൻ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏകദേശം അടുത്ത മാസം ആദ്യത്തോടു കൂടി പേഴ്സണൽ വിഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് മുന്നോട്ട് പോവാം. സോ ഇന്ന് നമുക്കിപ്പം മൈൻഡപ്പ് ചെയ്യാം, എന്നിട്ട് 8:45 വേണ്ടി ജോയിൻ ചെയ്യാം. സുജിത്തെ ക്ലോസ് ചെയ്തു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you.